ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. കേരളത്തിൽ വീടുകളും ഫ്ലാറ്റുകളും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളുമൊക്കെ വാടകയ്ക്കും ലീസിനും കൊടുത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ഇവരിൽ പലരും വാടകക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത കുറവുകൊണ്ടും ഏജന്റന്മാരുടെ പ്രേരണയാലും പ്രശ്നങ്ങളിൽ ചെന്നുപെടാറുണ്ട്. പുതുതായി കെട്ടിടങ്ങൾ വാടകയ്ക്കും ലീസിനും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കെട്ടിടങ്ങൾ അങ്ങനെ കൊടുത്ത് പ്രശ്നങ്ങൾ പെട്ടവർക്കുമുള്ള ചില നിർദ്ദേശങ്ങളും പരിഹാരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്നത്. കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അതിനെ സംബന്ധിച്ച എല്ലാ ഡോക്യുമെൻറ്റ്സും കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഉടമസ്ഥാവകാശം, ബിൽഡിംഗ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ലാൻഡ് ടാക്സ്, വാട്ടർ ഇലക്ട്രിസിറ്റി ബില്ലുകൾ തുടങ്ങിയവ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണ്ടവ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. പഴയ കെട്ടിടങ്ങളാണെങ്കിൽ അവയുടെ തൽസ്ഥിതി പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യണം. നിങ്ങളുടെയും മുൻ വാടകക്കാരുടെയും അശ്രദ്ധയും അലംഭാവവും കാരണം ചിലപ്പോൾ കെട്ടിടങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ വന്നേക്കാം. നന്നായി പരിപാലിക്കാത്ത കെട്ടിടങ്ങൾക്ക് വാടകക്കാരെ കിട്ടാതെ വരികയും കിട്ടിയാൽ തന്നെ അർഹമായ വാടക കിട്ടാതെ വരികയും ചെയ്യും. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ കെട്ടിടത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് സൂക്ഷിക്കുകയും അത് കൈവശമുണ്ടെന്ന് പുതിയ വാടകക്കാരെ ബോധ്യപ്പെടുത്തുകയും വേണം. ഇത് കാരണം കെട്ടിടങ്ങൾ പരിപാലിക്കുന്നതിൽ വാടകക്കാർക്കൊരു ജാഗ്രത ഉണ്ടാകുകയും ഭാവിയിൽ ഇത് സംബന്ധിച്ച തർക്കങ്ങൾ ഒഴിവാകുകയും ചെയ്യും. പുതുതായി വാടകയ്ക്ക് കൊടുക്കുന്നവർ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ശരാശരി വാടക നിരക്ക് മനസ്സിലാക്കിയിരിക്കണം. പ്രോപ്പർട്ടി ഏജന്റന്മാർ വഴിയും OLX, നോ ബ്രോക്കർ, മാജിക് ബ്രിക്സ് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും പത്രപരസ്യങ്ങൾ വഴിയുമൊക്കെ അനുയോജ്യരായ വാടകക്കാരെ കണ്ടെത്താൻ കഴിയും. വാടകക്കാരുടെ വ്യക്തിഗത വിവരങ്ങളും സാമ്പത്തിക ശേഷിയുമൊക്കെ നേരിട്ട് ചോദിച്ചറിയുകയും വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യാം. വാടകക്കാരെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രധാന കാര്യം ഒരു വാടക കരാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹ്രസ്വകാല കരാറായ റെൻ്റൽ എഗ്രിമെൻറ്റും ദീർഘകാല കരാറായ ലീസ് എഗ്രിമെൻറ്റും ഉണ്ട്. ഇവ രണ്ടും കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന കരാറുകളാണെങ്കിലും കാലാവധി, വ്യവസ്ഥകൾ എന്നിവയിൽ സാരമായ വ്യത്യാസങ്ങളുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കും ഓഫീസ് ആവശ്യങ്ങൾക്കും ദീർഘകാലം കെട്ടിടം ആവശ്യമുള്ളവർ ലീസ് എഗ്രിമെൻ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതേസമയം ചെറുകിട ബിസിനസ്സിനും താമസത്തിനുമൊക്കെ റെൻ്റൽ എഗ്രിമെൻറ്റുകളിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. 1 മാസം മുതൽ 11 മാസം വരെയുള്ള റെൻ്റൽ എഗ്രിമെൻറ്റിൽ രജിസ്ട്രേഷൻ നിർബന്ധമല്ലാത്തതിനാൽ കൂടുതൽ പേരും ഇത്തരം കരാറുകളിലാണ് ഏർപ്പെടുന്നത്. ഇതുകാരണം അടുത്ത 11 മാസത്തേക്ക് റെൻ്റൽ എഗ്രിമെൻറ്റ് പുതുക്കുമ്പോൾ വാടക എൻഹാൻസ് ചെയ്യാനും വ്യവസ്ഥകൾ മാറ്റം വരുത്താനുമൊക്കെ കെട്ടിടമുടമയ്ക്കും അവസരം ലഭിക്കും. എന്നാൽ 12 മാസത്തിൽ കൂടുതൽ കാലയളവുള്ള റെൻ്റൽ എഗ്രിമെൻറ്റുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. റെൻ്റൽ എമൗണ്ട്, ഡെപ്പോസിറ്റ്, മോഡ് ഓഫ് പേയ്മെൻറ്റ്, നോട്ടീസ് പീരിയഡ്, യൂട്ടിലിറ്റി ചാർജസ്, റിന്യൂവൽ ആണെങ്കിൽ ഇവയൊക്കെ റെൻ്റൽ എഗ്രിമെൻറ്റിൽ വ്യക്തമായി സൂചിപ്പിക്കണം. 1 വർഷം മുതൽ 5 വർഷത്തേക്കോ അതിനു മുകളിലേക്കോ കാലാവധിയുള്ള കരാറുകളാണ് ലീസ് എഗ്രിമെൻറ്റുകൾ. പാട്ടക്കരാർ എന്നും ഒറ്റിയെന്നും മലയാളത്തിൽ പറയാറുണ്ട്. ലീസ് എഗ്രിമെൻറ്റുകൾ രജിസ്ട്രേഷൻ നിർബന്ധമുള്ളവയും കാലാവധി കഴിയുന്നതുവരെ നിയമ പ്രാബല്യമുള്ളതുമാണ്. ഒരിക്കൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ലീസിൽ ഏകപക്ഷീയമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതല്ല. അതിനാൽ ലീസ് കരാറുകൾ സ്ഥിരതയുള്ളതും നിയമസാധുതയുള്ളതുമാണ്. എന്നാൽ ഇരുകക്ഷികളുടെയും പരസ്പര സമ്മതപ്രകാരം വ്യവസ്ഥകൾ മാറ്റം വരുത്താനും കഴിയും. ബിസിനസ്സിനും ഓഫീസുകൾക്കും വേണ്ടി ദീർഘകാലം കെട്ടിടങ്ങൾ ആവശ്യമുള്ളവരാണ് ലീസ് എഗ്രിമെൻറ്റിൽ താൽപ്പര്യം കാണിക്കുന്നത്. എന്നാൽ ഒരിടത്ത് തന്നെ ദീർഘകാലം താമസിക്കേണ്ടി വരുന്നവരും ലീസ് കരാറിൽ ഏർപ്പെടാറുണ്ട്. രജിസ്ട്രേഷൻ ആവശ്യമായ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആയതിനാൽ ഒരു അഭിഭാഷകൻ്റെ സഹായത്തോടെ വേണം ലീസ് എഗ്രിമെൻറ്റുകൾ തയ്യാറാക്കേണ്ടത്. കെട്ടിടം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ജൂറിസ്ഡിക്ഷനുള്ള സബ് രജിസ്ട്രാർ ഓഫീസിലാണ് രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനായി ഫൈനൽ എഗ്രിമെൻറ്റും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സുമായി കെട്ടിടമുടമയും വാടകക്കാരനും സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാവണം. ഇരുഭാഗത്തു നിന്നുള്ള 2 സാക്ഷികളും ഉണ്ടായിരിക്കണം. രജിസ്ട്രേഷന് മുമ്പ് ആവശ്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കണം. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും എഗ്രിമെൻറ്റും വെരിഫൈ ചെയ്യുകയും രജിസ്ട്രേഷന് ശേഷം ഒഫീഷ്യൽ സീലോടെ കരാർ തിരികെ നൽകുകയും ചെയ്യും. വാടകക്കാരാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള രജിസ്ട്രേഷൻ ചിലവുകൾ വഹിക്കേണ്ടത്. ഇനി വാടക കുടിശ്ശിക വരുത്തുകയും വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന വാടകക്കാരെ എങ്ങനെ നിയമപരമായി നേരിടാമെന്ന് നോക്കാം. എപ്പോഴും സൗഹാർദ്ദപരമായ ഒരു ബന്ധം കെട്ടിടമുടമയും വാടകക്കാരും നിലനിർത്തേണ്ടത് ആവശ്യമാണ്. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഇരുവരും ബാധ്യസ്ഥരുമാണ്. വാടക കുടിശ്ശിക വരുത്തുകയും കരാറിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വാടകക്കാരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആദ്യം വാക്കാൽ ഒരു മുന്നറിയിപ്പ് നൽകാം. പിന്നെയും ലംഘനങ്ങൾ തുടർന്നാൽ ഒരു ഫോമൽ നോട്ടീസിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ നൽകാം. അതിനും പ്രതികരണമില്ലെങ്കിൽ ലീഗൽ നോട്ടീസ് അയക്കുകയും നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യാം. ദ കേരള ബിൽഡിംഗ്സ് ലീസ് ആൻഡ് റെൻ്റ് കൺട്രോൾ ആക്ട് 1965 അനുസരിച്ച് റെൻ്റ് കൺട്രോൾ കോർട്ടുകളാണ് ഇത്തരം കേസുകൾ പരിഗണിക്കുന്നത്. റെൻ്റ് കൺട്രോൾ കോർട്ടുകൾ ഒരു സെപ്പറേറ്റ് ജുഡീഷ്യൽ ബോഡിയല്ല. കെട്ടിടം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ജൂറിസ്ഡിക്ഷനുള്ള മുനിസിപ്പൽ കോർട്ടുകളാണ് റെൻ്റ് കൺട്രോൾ കോർട്ടുകളായി ആക്ട് ചെയ്യുന്നത്.
വാടക കുടിശ്ശിക ഈടാക്കാനും കോടതിക്ക് കൂടി ബോധ്യമായ സാഹചര്യങ്ങളിൽ വാടകക്കാരെ ഒഴിപ്പിക്കാനും മറ്റും ഈ കോടതികളെ സമീപിക്കാം. എന്നാൽ മെരിറ്റ് നോക്കിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി തീരുമാനത്തിലെത്തുന്നത്. ഇനി ഇത്തരം കരാറുകൾ സമാധാനപരമായി എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് നോക്കാം. കരാറിലെ വ്യവസ്ഥകളനുസരിച്ച് കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകാം. ഒഴിയുന്നതിന് മുമ്പ് കെട്ടിടത്തിൻ്റെ തൽസ്ഥിതി ഇരുവരും ചേർന്ന് പരിശോധിക്കണം. തർക്കങ്ങളുണ്ടായാൽ നേരത്തെ സൂക്ഷിച്ചിരുന്ന ഫോട്ടോയും വീഡിയോയും കാണിച്ച് വാടകക്കാരെ ബോധ്യപ്പെടുത്തണം. കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഡെപ്പോസിറ്റ് തുക വാടകക്കാരന് തിരികെ നൽകണം. അതേസമയം നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ ഡെപ്പോസിറ്റ് തുകയിൽ സെറ്റിൽ ചെയ്യുകയോ അധിക തുക ഈടാക്കുകയോ ചെയ്യാം. അതിനുശേഷം യൂട്ടിലിറ്റി ബിൽ സെറ്റിൽ ചെയ്ത് വീടിൻ്റെ താക്കോലും ആക്സസ് കീയും കെട്ടിട ഉടമയ്ക്ക് തിരികെ നൽകണം. വേണമെങ്കിൽ കരാർ അവസാനിച്ചതായി ഒരു രേഖയുണ്ടാക്കി പരസ്പരം കൈമാറണം. ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു വാടക കരാർ അവസാനിച്ചാൽ ഇരുവരുടെയും സൗഹൃദവും വിശ്വാസ്യതയും നിലനിൽക്കുകയും മറ്റൊരവസരത്തിൽ ആശങ്കകളില്ലാതെ ഇത്തരം കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലെത്തിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time, take care.